ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നിറവിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവജനമായി നിൽക്കുവാൻ കർത്താവ് സഹായിച്ചതിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മുടെ ചിന്താവിഷയത്തിൻ്റെ ഭാഗമായി ഒരു വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. 1 പത്രോസ് 1-ാം അധ്യായം 13-ാം വാക്യം. 1 പത്രോസ് 1-ാം അധ്യായം 13-ാം വാക്യം. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. നിങ്ങളുടെ മനസ്സുറപ്പിച്ച്. പത്രോസ് അതേപോലെ തന്നെ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നു, നിങ്ങളുടെ പരമാർത്ഥ മനസ്സുണർത്തുന്നു. അപ്പോൾ പത്രോസ് മനസ്സിനെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിക്കണം. തമിഴ് ഭാഷാന്തരത്തിൽ അതിലെഴുതിയിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ആരെ കെട്ടണമെന്നാണ്. എന്താണ് മനസ്സിനെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്? മാത്രമല്ല 2-ാം ലേഖനത്തിൽ പറഞ്ഞ് പരമാർത്ഥ മനസ്സുണർത്തുന്നു. അപ്പോൾ ഈ ദൈവജനത്തിൻ്റെ മനസ്സ് എങ്ങനെയുള്ളതായിരിക്കണം? ദൈവാത്മാവ് എനിക്ക് തന്ന ചില ചിന്തകൾ ഈ ബന്ധത്തിൽ പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവവചനത്തിൽ മനസ്സിനെക്കുറിച്ച് ധാരാളം പറയുന്നുണ്ട്. മനുഷ്യൻ്റെ ചിന്തയും വിചാരങ്ങളെയും വികാരങ്ങളെയും എല്ലാം നിയന്ത്രിക്കുന്ന ദൈവദത്തമായൊരു ഘടകമാണല്ലോ മനസ്സ്. മാത്രമല്ല ജീവിവർഗങ്ങളിൽ മനുഷ്യന് മാത്രമേ ഈ മനസ്സെന്ന പ്രതിഭാസമുള്ളല്ലോ. അതുമാത്രമല്ല മനുഷ്യ മനസ്സിൻ്റെ അഗാധതകൾ അളക്കുവാൻ അസാധ്യമാണല്ലോ. മനസ്സറിയുക, മനസ്സൊരുക്കുക എന്ന് ധാരാളം പ്രയോഗങ്ങളുണ്ട്. അങ്ങോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല. മനസ്സുറപ്പിക്കുക. ഈ ബന്ധത്തിൽ എനിക്ക് പങ്കുവെക്കാനുള്ളത് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ചിലതരം മനസ്സുകളെക്കുറിച്ചാണ്. ഞാൻ തന്നെ അതിശയിച്ചു പോയി. ദൈവാത്മാവ് ഓർപ്പിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള മനസ്സുണ്ടല്ലോ എന്ന് ചിന്തിച്ചു പോയി, അത്ഭുതപ്പെട്ടു പോയി. പലതരം മനസ്സുകളെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലാം ഒന്നും ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഒരു 10-ലധികം മനസ്സുകളെക്കുറിച്ച് ചിന്തിച്ചിട്ട് വേറൊരു പ്രധാന വിഷയത്തിലേക്ക്, അല്ലെങ്കിൽ നമുക്കേത് മനസ്സാണ് ഉണ്ടായിരിക്കേണ്ടത് എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഞാൻ സൂചിപ്പിച്ചല്ലോ, മനുഷ്യ മനസ്സ്. ഒരിക്കൽ ഞാൻ വായിച്ചത് ഓർക്കുന്നു, ഏതോ ഒരു പ്രസിദ്ധീകരണത്തിൽ ഏറ്റവും വേഗതയേറിയ ഒരു പ്രതിഭാസത്തിൻ്റെ പേര് പറയാവുന്ന ഒരാളോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ മറുപടി മനുഷ്യ മനസ്സ്. സെക്കൻഡിൽ നക്ഷത്രഗോളങ്ങൾക്കും അപ്പുറം കടന്നു ചെല്ലുന്ന ഒരു പ്രതിഭാസം. അങ്ങോട്ടൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. എന്താണ് മനസ്സിനെക്കുറിച്ച് പറയാനുള്ളത്? പലതരം മനസ്സുകളുണ്ട്. മാത്രമല്ല പലയിടത്തും പറയുമ്പോൾ ആ മനസ്സിൻ്റെ ലക്ഷണവും ദൈവവചനത്തിൽ കാണുന്നു. അപ്പോൾ നമ്മളിലുള്ളത് ഏത് മനസ്സാണെന്ന് ഒന്ന് വിലയിരുത്താനും ഈ സമയം നമുക്ക് വിനിയോഗിക്കാമല്ലോ. ആദ്യമായിട്ട് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ഒരു മനസ്സിനെക്കുറിച്ച് പറയുന്നുണ്ട്. 17-ാം വാക്യം തുടങ്ങുന്നത്, ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് നിങ്ങളോട് പറയുന്നത്, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയതാകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ തങ്ങളെ തന്നെ ദുഷ്കാമത്തിന് ഏൽപ്പിച്ചിരിക്കുന്നു. കർത്താവിനെ കണ്ടെത്താത്ത മനുഷ്യരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. മനം തഴമ്പിച്ചു, അല്ലെങ്കിൽ തഴമ്പിച്ച മനസ്സ്. തഴമ്പിച്ചു പോയി. ഒരു തഴമ്പിച്ചു പോയ വസ്തുവിൽ സ്പർശന ശക്തി കുറവായിരിക്കുമല്ലോ. ഞാനിങ്ങനെ പറയാറുണ്ട്, എൻ്റെ കൈ വളരെ മൃദുവാണ്, കാരണം കഠിനമായ ജോലിയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതേ സമയത്ത് ഒരു മേസൻ്റെയോ മറ്റ് കൈ കൊണ്ട് നിരന്തരം പണിയെടുക്കുന്ന ഒരാളിൻ്റെയോ കൈ നോക്കിയാൽ അവിടെ തഴമ്പ് കാണാം. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ഒരടി കിട്ടിയാൽ നന്നായി നോവും. അതേസമയത്ത് മാർദ്ദവമുള്ള ഒരു കൈ കൊണ്ട്
അടിച്ചാൽ അത്ര നോക്കത്തില്ല. ഞാൻ പറയുന്നത് തഴമ്പിച്ചു, അവിടെ അങ്ങോട്ടൊന്നും കയറാത്ത രീതിയിൽ. അതുകൊണ്ട് എന്ത് പറ്റുന്നു? മനം തഴമ്പിച്ചു പോയവർ എന്ത് ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നു, അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ തങ്ങളെ തന്നെ ദുഷ്കാമത്തിന് ഏൽപ്പിച്ചിരിക്കുന്നു. നമ്മുടെ ചുറ്റും നോക്കിയാൽ നമുക്ക് കാണാം മനുഷ്യരുടെ പ്രകൃതം സ്വഭാവമൊക്കെ. അതിന് കാരണം നമ്മൾ തഴമ്പിച്ചു പോയി. അപ്പോൾ ആ തഴമ്പിച്ച മനസ്സുള്ളവർ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു എന്ന് കാണാം. ഞാൻ അതിവേഗത്തിൽ മുന്നോട്ട് നീങ്ങട്ടെ. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ വേറൊരു മനസ്സിനെക്കുറിച്ച് കാണാം. 2 കൊരിന്ത്യർ 4:7 അപ്പോസ്തലൻ പറയുന്നു, ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ മർമ്മം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ മർമ്മം ശോഭിക്കാതിരിക്കാൻ എന്ത് പറ്റി? ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ്, വിശ്വസിക്കാത്തവരുടെ മനസ്സ് കൊണ്ടാക്കി. അപ്പോൾ അന്ധമനസ്, നേരത്തെ നമ്മൾ ചിന്തിച്ചത് തഴമ്പിച്ച മനസ്സ്, എന്നാൽ ഇത് അന്ധത പിടിച്ച മനസ്സ്, കുരുടായി. നേരത്തെ കാഴ്ചയുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ അത് കുരുടായിപ്പോയി, കാഴ്ചയില്ല. കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടാൽ പ്രകാശം എത്ര ശക്തിയിൽ അടിച്ചാലും അങ്ങോട്ട് കടക്കുകയില്ലല്ലോ. അതുപോലെ സുവിശേഷത്തിൻ്റെ മർമ്മം ശോഭിക്കാതിരിപ്പാൻ, ക്രിസ്തുവിൻ്റെ സുവിശേഷം തേജസ്സുള്ളതാണ്, അത് ഇരിക്കത്തക്കവണ്ണം ഈ ലോകത്തിന് ദൈവം, അത് പിശാചാണ്, അവൻ വിശ്വസിക്കാത്തവരുടെ മനസ്സ് കൂടാക്കി. ഞാൻ കുറച്ച് കടത്തി പറഞ്ഞാൽ എൻ്റെ ഭാഷയിൽ ഈ അവിശ്വാസികൾ എന്നുള്ള പ്രയോഗം അല്ല വാസ്തവത്തിൽ ഞാൻ നോക്കിയിട്ട് കാണുന്നത്. മറ്റു ഭാഷാ നിറങ്ങളിലൊക്കെ പ്രത്യേകിച്ചും ഇംഗ്ലീഷിൽ വിശ്വസിക്കാത്തവരുടെ മനസ്സ് കൂടാക്കിയെന്നും കാണാം. അപ്പോൾ വിശ്വാസികളിൽ വിശ്വസിക്കാത്തവരുണ്ടല്ലോ. സുവിശേഷം കുറേ കേട്ടു, പക്ഷേ അതിൻ്റെ തേജസ്സും അതിൻ്റെ മർമ്മവും വേണ്ട രീതിയിൽ പ്രകാശിക്കാതിരിക്കാൻ സാത്താൻ കൂടാക്കി കളഞ്ഞു. നോക്കണം. അപ്പോൾ കുരുടാക്കപ്പെട്ട മനസ്സ്, മറ്റേ വാക്കിൽ പറഞ്ഞ് അന്ധമാക്കപ്പെട്ട മനസ്സ്, വെളിച്ചം കിടന്നില്ലാത്ത അവസ്ഥയിൽ തഴമ്പിച്ച മനസ്സ്, അന്ധമാക്കപ്പെട്ട മനസ്സ്, അതുകൊണ്ട് തീർന്നില്ല. വേറൊരു തരം മനസ്സിനെക്കുറിച്ച് സാദൃശ്യവാക്യം 17-ാം അധ്യായത്തിലുണ്ട്. സാദൃശ്യവാക്യം 17-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണാം: സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കും. തകർന്ന മനസ്സ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പത്രോസ് പറഞ്ഞത് നിങ്ങളുടെ മനസ്സ് ഉറപ്പിക്കണം. എന്നാൽ തകർന്ന മനസ്സ് അസ്ഥികളെ ഉണക്കുന്നു. നമ്മുടെ ചുറ്റും ധാരാളം നമുക്ക് കാണാം സ്വസ്ഥതയില്ലാത്ത മനസ്സിൽ. സ്വസ്ഥതയില്ലെങ്കിൽ, അത് തകർന്നതെങ്കിൽ അത് ശരീരത്തെ ബാധിക്കും, ആരോഗ്യത്തെ ബാധിക്കും, ഭക്ഷണ രീതിയെ ബാധിക്കും, നമ്മുടെ ഉറക്കത്തെ ബാധിക്കും. പല രീതിയിലും ബാധിക്കപ്പെട്ടവരായി നാം തീരും. ഇവിടെ എഴുതിയിരിക്കുന്ന അസ്ഥികളെ ഉണക്കുന്നെന്ന വാസ്തവത്തിൽ ഈ മനസ്സ് തകർന്ന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോഴല്ലേ പലരും തങ്ങളെ തന്നെ അവസാനിപ്പിക്കാൻ ഒരുമ്പെടുന്നത്. അപ്പോൾ തകർന്ന മനസ്സിൻ്റെ ലക്ഷണം അത് അസ്ഥികളെ ഉണക്കുന്ന, അല്ലെങ്കിൽ സ്വസ്ഥതയില്ലാത്തവരായി. ആസാവ് പറഞ്ഞ പോലെ 73-ാം സങ്കീർത്തനത്തിൽ നമ്മൾ അല്പം നാളുകൾക്ക് മുമ്പ് ചിന്തിച്ചതാണ്. 73-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞല്ലോ, ഞാൻ ഇടപെടാതെ ബാധിക്കപ്പെട്ടവനായിരുന്നു, ഒഴുസോറും ദണ്ഡിക്കപ്പെട്ടവനായിരുന്നു. കാരണം മനസ്സിൽ സ്വസ്ഥതയില്ല. നിൻ്റെ മുൻപിൽ മൃഗം പോലെയായിരുന്നു. അപ്പോൾ ദൈവസനിൽ മൃഗം പോലെയും ബാധിക്കപ്പെട്ടവനായും ഒക്കെ ഇരിക്കാൻ കാരണം മനസ്സിൻ്റെ തകർച്ച. ദൈവം പത്രോസ് പറഞ്ഞത് നിങ്ങളുടെ മനസ്സ് ഉറപ്പിക്കണമെന്ന്. തുറന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാകും, താഴ്ന്ന മനസ്സ് ആർക്കുണ്ടോ അവർ സ്വസ്ഥരായിരിക്കത്തില്ല, അവരാരോഗ്യത്തിൽ പ്രശ്നമുണ്ടാകും. എന്നാൽ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞ പലതരം രോഗങ്ങളുണ്ടല്ലോ, അതുപോലെ മനസ്സ് സ്ഥിരമല്ലെങ്കിൽ അതിൻ്റെ ഫലമായി അസ്ഥികൾക്ക് ദ്രവത്വം സംഭവിക്കുന്ന സാഹചര്യമായി തീരും. മാത്രമല്ല അതിന് മുകളിൽ കാണുന്ന ഒരു കാര്യം, സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു.
മനസ്സ് സന്തോഷമായിരുന്നാൽ അത് നല്ല ഔഷധമാണ്. താഴ്ന്ന മനസ്സോ അസ്ഥികളെ ഉണക്കും. ഞാൻ മുന്നോട്ടങ്ങ് നീങ്ങട്ടെ. അത് ഒന്നും വിവരിക്കാൻ സമയമില്ല. വേറൊരു തരം മാനസികാവസ്ഥ നമുക്ക്, അല്ലെങ്കിൽ മറ്റൊരു തരം മനസ്സിനെക്കുറിച്ച് ലൂക്കോസ് 10:41 വാക്യത്തിൽ നമുക്ക് കാണാം. അവിടെ എഴുതിയിരിക്കുന്നത്, മാർത്ത എന്ന സഹോദരി ബഥാനിയയിൽ വന്ന യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു. അവന് കർത്താവിനെ ശുശ്രൂഷിക്കുകയാണ്. അവളുടെ സഹോദരി മറിയ ആ കർത്താവിൻ്റെ കാൽക്കൽ നിന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് മാർത്ത വന്ന യേശുവിനോട് ചോദ്യം ചോദിക്കുന്നു, കർത്താവേ, എൻ്റെ സഹോദരി എന്നെ സഹായിക്കാതെ നിൻ്റെ അടുക്കൽ ഇരിക്കുന്നത് അവളോട് പറഞ്ഞു വിട്ടൂടെ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടിയാണ് 41 വാക്യത്തിലുള്ളത്. നീ മറിയെ എന്ന് വിളിച്ചിട്ട് നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. അപ്പം കലങ്ങിയ മനസ്സ്, മനം കലങ്ങിപ്പോയാൽ ദൈവമാണേലും ദൈവത്തെ കുറ്റപ്പെടുത്തും. മറ്റോ ഇവിടെ കർത്താവ് അവരെ വീട്ടിൽ വന്നിരിക്കുന്നത് സാധാരണക്കാരനല്ല. യേശു ക്രിസ്തു അവരുടെ വീട്ടിൽ വന്ന് അവനെ ശുശ്രൂഷിക്കുകയാണ്. പക്ഷേ കർത്താവിനെ ശുശ്രൂഷിക്കുന്ന സ്ഥാനത്ത് അവന് വേണ്ടി ഭക്ഷണം ഒരുക്കുമ്പോൾ മറ്റ് കാര്യങ്ങൾ ചെയ്യുമ്പോഴും മാർത്തയുടെ ഹൃദയത്തിൽ പിറുപിറുപ്പാണ്, ഒരു സ്വസ്ഥതയുമില്ല. അവിടെ മനസ്സിൽ നമ്മൾ അതിന് 38 വാക്യം മുതൽ വായിച്ചാൽ, ലൂക്കോസ് എന്ന സുവിശേഷം 10 38 മുതൽ വായിച്ചാൽ കാര്യങ്ങൾ വ്യക്തമായി കിട്ടും. ഈ കർത്താവ് വീട്ടിൽ വന്നിരിക്കുക. വീട്ടിൽ വന്ന അതിഥിയെ സ്വീകരിച്ച് അദ്ദേഹത്തിന് ഭക്ഷണം ഒരുക്കുമ്പോൾ ചോദിച്ചൊരു ചോദ്യമാണ്, നമ്മളൊക്കെ ആണെങ്കിൽ നിൻ്റെ ഭക്ഷണവും വേണ്ട, നിൻ്റെ ഒരുക്കവും വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവും. കാരണം അവൾ ചോദിക്കുന്നത് 40 വാക്യത്തിലുണ്ടല്ലോ, മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്കൽ വന്ന്, കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിക്കുവാൻ അവളോട് കൽപ്പിച്ചാലും. പറയണേ, മറ്റവൾ അനങ്ങുന്നില്ല. അവൾ കർത്താവിൻ്റെ പാഹത്തിൽ നിന്ന് ദൈവവചനം കേൾക്കുക. പക്ഷേ സഹോദരി കുറേ നോക്കി, കുറേ ജോലി ചെയ്ത് അതിപ്പോൾ തളർന്ന് കുഴങ്ങിയിട്ട് തളർന്നു. അവൾ ചോദിക്കുകയാണ്, കർത്താവേ, എൻ്റെ സഹോദരിയെ ഒന്ന് സഹായിക്കാൻ വിട്ടൂടെ? ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പണിയെടുക്കല്ലേ? അപ്പോഴാണ് കർത്താവിനോട് പറഞ്ഞ, മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു. നോക്കണം, കലങ്ങിപ്പോയ മനസ്സ് കലങ്ങിയാൽ നമുക്കും സ്വസ്ഥത കാണത്തില്ല. നാം പലതും ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ അതൊന്നും അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കാൻ കഴിയത്തില്ല. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, മാത്രമല്ല കർത്താവിനെ പോലും കുറ്റപ്പെടുത്തുക, അവനെ പോലും ഉത്തരവാദിത്തമില്ലെന്ന് വരത്തക്ക രീതിയിൽ സംസാരിക്കുക. നോക്കണേ, കലങ്ങിയ മനസ്സ്, നമ്മുടെ മനസ്സും ഇതുപോലെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണെങ്കിൽ സ്ഥിതി ഇത് തന്നെയാണ്. അപ്പോൾ പലരുണ്ട്. ഇപ്പം നാം ചില കാര്യങ്ങൾ ചിന്തിച്ചല്ലോ, തഴമ്പിച്ച മനസ്സ്, അവരെന്ത് അശുദ്ധിയും പ്രവർത്തിക്കാൻ അവർക്ക് ഒരു മടിയുമില്ല. കുരുടായ മനസ്സ്, അവർ സുവിശേഷത്തിൻ്റെ ആഴങ്ങളൊന്നും അവിടെ പ്രകാശിക്കുകയില്ല. ബാലപാഠങ്ങളിൽ ഒതുങ്ങി അങ്ങനെ കിടന്നോളും, ആഴങ്ങളൊന്നും പ്രകാശിക്കുകയില്ല. തകർന്ന മനസ്സ്, അവിടെ അസ്ഥികൾക്ക് പോലും ദ്രവത്വമായി ഓരോ സുഖവുമില്ലാതെ അത് മുന്നോട്ട് പോകും. മാത്രമല്ല ഇവിടെ കലങ്ങിയ മനസ്സ്, അവർ പലതും ചെയ്യുന്നതിലൊന്നും ഒരു സംതൃപ്തി അവർക്കില്ല. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ മധ്യം കാണും. നമ്മിലും ഇതുണ്ടോ എന്ന് നമ്മൾ തന്നെ പരിശോധിക്കാം. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിൽ സംതൃപ്തിയില്ലാതെ, മറ്റുള്ളവർ സഹായിക്കുന്നില്ല എന്ന് മറ്റുള്ളവരെയും കുറ്റപ്പെടുത്തി മുന്നോട്ട് പോകുന്ന അവസ്ഥ. മാത്രമല്ല ജനതിവേഗത്തിൽ മുന്നോട്ട് നീങ്ങട്ട് ഇനി വേറെ മനസ്സ് കാണും. അത് പൊതുവെ കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ, താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചേർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുത് തെറ്റിക്കരുത്. ജഡമനസ്,
ആത്മീയൻ്റെ മനസ്സുമുണ്ട്, ജഡമനസ്സുമുണ്ട്. ജഡമനസ്, നിങ്ങളുടെ മനസ്സിൻ്റെ മനസ്സുറപ്പിക്കുക എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ ജഡമനസ്സിനെ അല്ല ഉദ്ദേശിച്ചത്. ജഡമനസ്സുകാരുടെ ലക്ഷണം എന്താണെന്നറിയാമോ? വെറുതെ ചീർക്കും. കുറുന്തലേഖനത്തിലും ചീർക്കുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ 1 കൊരിന്ത്യർ പൗലോസ് പറഞ്ഞു, നമുക്കറിവുണ്ട്, പക്ഷേ അറിവ് ചീർപ്പിക്കുന്നു, നിങ്ങൾ ചീർത്തിരിക്കുന്നു. വെറുതെ ചീർക്കുന്ന, കാര്യമില്ല, നിസ്സാര കാര്യത്തിന് ചീർത്തു പോകുന്ന മനുഷ്യർ ധാരാളം പേരെ നമുക്ക് ചുറ്റും കാണാം. അവർക്ക് അതിൻ്റെ എന്താണെന്നറിയാം, അതിന് കാരണം അത് ജഡമനസ്സാണ്. അപ്പോൾ ഇതൊക്കെ അവരുടെ പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് വിലയിരുത്താം, ഇത് ഇന്നതാണ്, ഇന്ന മനസ്സായവർക്കുള്ളതെന്ന്. ജഡമനസ്സുള്ളവർ അവർ ചീർത്തു പോകുന്നു. ജഡമനസ്സാൽ വെറുതെ ചീർക്കുക, അതാ രസം. കാര്യം ഉണ്ടായിട്ടല്ല, ഒരു കാര്യമില്ലേലും അങ്ങ് ചേർക്കും. അത് മുഖത്ത് വെളിപ്പെടും, പ്രവർത്തനങ്ങൾ വെളിപ്പെടും. ഇങ്ങനെയുള്ളവരെ സമൂഹത്തിൽ ധാരാളം കാണാം. നാം അക്കൂട്ടത്തിലാണോ എന്ന് പരിശോധിക്കുന്നത് നമുക്ക് നല്ലത്. മാത്രമല്ല വേറൊരു മനസ്സുണ്ട്. സംഗതി നീതിയുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരാളിനെ കുറിച്ച് പത്രോസ് എഴുതുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൽ വേറെ നമുക്കൊരു കാര്യം കാണാം. 8-ാം വാക്യം, തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവർ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു. അത് 7-ാം വാക്യം മുതൽ വായിക്കണം. അധർമ്മയുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത്. പുള്ളിക്കാരൻ്റെ മനസ്സ് നീതിയുള്ളതാണ്, പക്ഷേ വലഞ്ഞുപോയി. കാരണം നൊന്തു, മനസ്സിൽ നോവുക. എന്തുകൊണ്ടാണ് നോവുന്ന മനസ്സായത്? ഇരിക്കുന്ന സ്ഥലം ശരിയല്ല. പുള്ളിയുടെ ആരംഭം നല്ലതായിരുന്നു. കാരണം അബ്രഹാമിൻ്റെ കൂട്ടത്തിൽ ദൈവികമായതെല്ലാം ഗ്രഹിച്ചും മനസ്സിലാക്കിയും ദൈവിക ദർശനത്തെക്കുറിച്ച് അറിഞ്ഞും ദൈവിക ഇടപെടലിനെക്കുറിച്ച് അറിഞ്ഞും അബ്രഹാം ദൈവത്തെ സേവിക്കുന്ന എല്ലാ രീതിയും മനസ്സിലാക്കി വന്നവനാ. പക്ഷേ പിൽക്കാലത്ത് പുള്ളി പോയി നീരോട്ടമുള്ള പ്രദേശം നോക്കി സോതോമിൽ ചെന്ന് കയറിയപ്പോൾ നല്ലതാണെന്ന് ആ പുള്ളി വിചാരിച്ച. പക്ഷേ അവിടെ ചെന്നപ്പോൾ മുതൽ അധർമ്മ പ്രവൃത്തിയല്ലാതെ അത് കാണുകയും കേൾക്കുകയും ചെയ്ത് മനസ്സ് നൊന്ത്. എനിക്ക് അത്ഭുതം തോന്നുന്നത് ലോകത്തിൻ്റെ മനസ്സ് നീതിയുള്ളതെന്ന് പത്രോസ് പറഞ്ഞതാണ്. പക്ഷേ അത് നൊന്ത് വലഞ്ഞ് ഒന്നിനും കൊള്ളാതായി. ഇങ്ങനെയുള്ള അനേകർ എന്ന ആത്മീയ മണ്ഡലത്തിലുണ്ട്. പറയുമ്പോൾ അതിശയമായി തോന്നാം, ധാരാളം ആളുകളുണ്ട് നീതിയുള്ള മനസ്സിൽ നൊന്തവർ. വലഞ്ഞുപോയി, ഒരു നിവൃത്തിയില്ല, ഒരു പ്രയോജനമില്ലാതെ നൊന്ത് കഴിയുന്ന, ഇറങ്ങിപ്പോയല്ലോ ഇനി എന്ത് ചെയ്യാനാ എന്ന് ചിന്തിക്കുന്ന അനേകർ നമുക്ക് ചുറ്റുമുണ്ടല്ലോ. ഞാൻ മുന്നോട്ട് പോകട്ടെ. അവിടെയും തീർന്നില്ല. നമ്മൾ വായിച്ചതിൽ തന്നെ ഞാൻ ഒന്ന് പറയാം. 2 പത്രോസ് 3-ന്റെ 2-ാം വാക്യത്തിൽ പരമാർത്ഥ മനസ്സ് സാധാരണ പറയുക, നമ്മൾ വായിച്ച നീതിയുള്ള മനസ്സിൽ വലഞ്ഞു ലോത്ത്. പക്ഷേ 3-ാം അധ്യായത്തിൽ വരുമ്പോൾ നിങ്ങളുടെ പരമാർത്ഥ മനസ്സുണർത്തുന്നു. ഉണർച്ച ഉണ്ടാകണമെങ്കിൽ പരമാർത്ഥ മനസ്സുണ്ടെങ്കിലേ അത് ആത്മീയ കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് എന്താണെന്ന് ആ വാക്യം തന്നെ ഞാൻ വായിക്കാം. വിശുദ്ധ പ്രവാചകന്മാർ മുൻപ് പറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം 2-നാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സുണർത്തുന്നു. താൻ അവർക്ക് 2 ലേഖനം എഴുതിയതിൻ്റെ ഉദ്ദേശം ഈ ഒറ്റ വാക്കിൽ പറയുകയാണ്, നിങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ ഉണർത്തണം. കാരണം കർത്താവിൻ്റെ കൽപ്പനകളെല്ലാം ഓർത്തുകൊള്ളണം. കർത്താവിന് ചോദിച്ച ആ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് എൻ്റെ കൽപ്പനയെക്കുറിച്ച്. അത് പിന്നാലെ ചിന്തിക്കാം. അപ്പോൾ അത് ഓർത്തുകൊള്ളണം. പരമാർത്ഥ മനസ്സുണർത്തുന്നു. അപ്പോൾ പരമാർത്ഥ മനസ്സിലെ ഉണർവ് വരുന്നു. തഴമ്പിച്ച മനസ്സിലും കുരുടായ മനസ്സിലും ഒന്നും ആ ഉണർച്ച ഉണ്ടാകത്തില്ല. പരമാർത്ഥ മനസ്സ്, നമ്മുടെ മനസ്സ് കർത്താവിൻ്റെ സന്നിധിയിൽ
പരമാർത്ഥമുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവിക സത്യങ്ങളെക്കുറിച്ചുള്ള ഉണർവ് നമുക്കുണ്ടാകും. അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുക. സദൃശവാക്യം 14-ാം അധ്യായത്തിൽ ഒരു മനസ്സിനെ കാണാം. ജിതമാനസൻ പട്ടണം പിടിക്കുന്നതിലും ശ്രേഷ്ഠൻ. അതിന് 14-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യമാണെന്ന് തോന്നുന്നു. ജിതമാനസൻ പട്ടണം പിടിക്കുന്നതിലും ശ്രേഷ്ഠൻ. അപ്പോൾ മനസ്സിനെ ജയിച്ചവൻ, ജിതൻ ജയിച്ചവൻ, പട്ടണം പിടിക്കുന്നതിലും ശ്രേഷ്ഠൻ. എത്ര 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 വലിയ മഹത്തായ കാര്യമാണ്. മനസ്സിനെ ജയിച്ചവൻ. കെട്ടുപൊട്ടിയ പട്ടം പോലെ മനസ്സിനെ പറപ്പിച്ചു പൊട്ടുകയല്ല, അലഞ്ഞു തിരിയുന്ന മനസ്സിനെയല്ല, പിന്നെയോ മനസ്സിനെ ജയിച്ചവൻ. വാസ്തവത്തിൽ വിശ്വാസം ഈ പത്രോസ് 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറഞ്ഞതാണല്ലോ, നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി എന്ന് പറഞ്ഞാൽ ഇളകിപ്പോകാത്തവരായി, മതമില്ലാത്തവരായി മനസ്സുറച്ചാൽ നാം നിർമ്മതരാകും. അപ്പോൾ ഈ നാളിൽ നമുക്ക് വേണ്ടത് പട്ടണം. ഇന്ന് അനേകർക്ക് മനസ്സ് ഏകാഗ്രമാക്കാൻ പറ്റുന്നില്ല. പലരും എന്നോട് പറയാറുണ്ട്, ഭാഷയെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ മനസ്സ് ഏകാഗ്രമാക്കാൻ പറ്റുന്നില്ല, മനസ്സിന് ഏകാഗ്രത കിട്ടുന്നില്ല, മനസ്സങ്ങനെ സ്ഥിരമാക്കാൻ പറ്റുന്നില്ല, മനസ്സിൽ പ്രശ്നങ്ങൾ അങ്ങനെ അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. എന്നാൽ വേദോത്സവം പറഞ്ഞ് ജിതമാനസൻ, മനസ്സിനെ ജയിച്ചവൻ. മറ്റു വാക്യം കൂടെ പറയുമ്പോൾ അത് മനസ്സിലാകും. മനസ്സിനെ ജയിച്ചവൻ, എന്നെ പിടിച്ചടക്കുന്നവൻ പട്ടണം പിടിക്കുന്നതിനും ശ്രേഷ്ഠൻ. യുദ്ധവീരനേക്കാൾ മാത്രമല്ല, യെശയ്യാപ്രവചനം 26-3-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കയാൽ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. സ്ഥിരമാനസൻ, സ്ഥിരമായ മനസ്സ്. ആ ബന്ധത്തിൽ ഞാൻ ഒരു വാക്യം കൂടെ പറയാം. 108-ാം സങ്കീർത്തനം 1-ാം വാക്യം. ദൈവമേ, ദാവീദ് പറയുകയാണ്, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. വീണയും കിന്നരവുമായി ഉള്ളവേ ഉണരുവീൻ, ഞാൻ അധികാലത്തെ ഉണരും, വംശങ്ങളുടെ നടുവിൽ ഞാൻ കീർത്തനം ചെയ്യും. വാസ്തവം പറഞ്ഞാൽ എൻ്റെ അപ്പോൾ സ്ഥിര മനസ്സ്. രണ്ട് കാര്യം ഞാൻ ആ ബന്ധത്തിൽ പറയാം. മനസ്സ് സ്ഥിരമായാൽ, അവർ യെശയ്യാവിൽ പറഞ്ഞത് സ്ഥിരമാണെങ്കിൽ അല്ലെങ്കിൽ ഉറച്ചിരിക്കുന്നെങ്കിൽ പൂർണ്ണ സമാധാനം അവിടെ വ്യാപരിക്കും. അത് മറ്റ് ഭാഷാന്തരത്തിൽ തമിഴിലെ നല്ല ഭാഷയിൽ അത് എഴുതിയിരിക്കുന്നത്. ഉമ്മൈ ഉറുതിയായി പറ്റിക്കൊണ്ടിരിക്കുന്ന മന്ദയുടയവൻ ഉമ്മയെ സാർന്നിരിക്കുന്നപടിയാൽ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ വയ്പ്പീർ. നിന്നെ പൂർണ്ണമായി ആശ്രയിക്കുന്ന മനുഷ്യൻ നിന്നിൽ തന്നെ ചാരിയിരിക്കുന്നതുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. നിന്നിൽ ആശ്രയിക്കുന്ന, ചുരുക്കി പറഞ്ഞ സ്ഥിര മനസ്സരായി, മനസ്സിളകിപ്പോവാതെ മനസ്സുറപ്പിച്ച് നാം മുന്നോട്ട് പോയാൽ കർത്താവിൽ ആർക്കാണ് സാധിക്കുക? കർത്താവിൽ ആശ്രയിക്കുന്ന, കർത്താവിൽ വിശ്വസിക്കുന്ന, കർത്താവിൽ ചാരിയിരിക്കുന്ന, അവനിൽ തന്നെ ആശ്രയിക്കുന്ന വ്യക്തി, അവൻ്റെ മനസ്സ് കർത്താവിൽ ഏകാഗ്രമായിരിക്കുന്നു. അവൻ്റെ അനുഭവം എന്താണ്? പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. പൂർണ്ണ സമാധാനം. അവിടെ കലക്കമില്ല, ഭയമില്ല, ചഞ്ചലമില്ല, പേടിയില്ല. അതാ ദാവീദും പറഞ്ഞേ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. അപ്പോൾ ഉറച്ച മനസ്സിൽ നിന്ന്, അല്ലെങ്കിൽ സ്ഥിരമായ മനസ്സിൽ നിന്ന് നിങ്ങളുടെ മനസ്സ് ഉറപ്പിക്കുവിൻ എന്ന് പത്രോസ് പറയുമ്പോൾ, അങ്ങനെയുള്ള മനസ്സിൽ നിന്ന് അവിടെ സമാധാനം അനുഭവിക്കും, സ്വസ്ഥത അനുഭവിക്കും. മാത്രമല്ല, അവർക്ക് അവിടെ പാട്ടുണ്ട്, മറ്റുള്ളവരോട് പറയാനുണ്ട്, അവിടെ തളർച്ചയില്ല, അവിടെ പതർച്ചയില്ല, അവിടെ ക്ഷീണമില്ല. നോക്കണം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് എന്താണ്? ഇങ്ങനെയുള്ളൊരു മനസ്സല്ലേ? നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നമ്മുടെ പലതരം മനസ്സുകളെക്കുറിച്ച് ചിന്തിച്ചു. മാത്രമല്ല, വേറൊരു കാര്യം കൂടെ ബന്ധത്തിൽ പറഞ്ഞോട്ടെ. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നമ്മൾ മുൻപ് എൻ്റെ വീഡിയോയിൽ പറഞ്ഞതാണ്, ഈ ലോകത്തിന് അനുപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ.
പുതുക്കപ്പെടുന്ന മനസ്സ്. സ്ഥിര മനസ്സ് മാത്രമല്ല, ഉറച്ച മനസ്സ് മാത്രമല്ല, വിശ്വാസിക്ക് വേണ്ടത് പുതുക്കപ്പെട്ട മനസ്സാണ്. നാൾതോറും പുതുക്കപ്പെടുന്ന, നാൾതോറും. എങ്കിൽ മാത്രമേ മറ്റൊരു കാര്യം സാധിക്കത്തുള്ളൂ. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവ ഇഷ്ടമേ, ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. ഇന്ന് ആലോചന അറിയാൻ ഓടി നടക്കുന്നുണ്ട്. അവരെ എന്ത് തോന്നിയത് പറഞ്ഞാലും അയ്യോ ദൈവത്തിൻ്റെ ആലോചനയാണെന്ന് ധരിക്കുന്നു. അബദ്ധമാണ്. ദൈവം അറിയാൻ ദൈവവനത്തിൽ തന്ന മാർഗ്ഗം ഇതാണ്. നീ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടാൽ, ആ മനസ്സ് പുതുക്കുന്ന അനുഭവം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പലതിൻ്റെ കാര്യം ചിന്തിച്ചല്ലോ. തഴമ്പിച്ചും കുഴായും തകർന്നും ഒക്കെ അങ്ങനെയുള്ള പല മനസ്സുകളെക്കുറിച്ച് ചിന്തിച്ചല്ലോ. മാത്രമല്ല വേറൊരു മനസ്സിനെക്കുറിച്ച് ദൈവവനത്തിലുണ്ട്. യാക്കോബ് ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ, ഇരു മനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. അപ്പോൾ ഇരു മനസ്സും അതോട് ചേർത്ത് ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ മനസ്സ് പുതുക്കിയില്ല എങ്കിൽ, പുതുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വല്ലാത്ത അവസ്ഥയിലാകും. നമ്മുടെ വഴിയിലെല്ലാം അസ്ഥിരനാകും. ഏതാണ്ട് എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ഞാൻ ഒരു 10 തരത്തിലുള്ള മനസ്സുകളെക്കുറിച്ച് വേഗത്തിൽ പറഞ്ഞു. ഇന്നത്തെ ക്രിസ്തീയ മണ്ഡലത്തിൽ വിശ്വാസികളുടെ ഇടയ്ക്ക് നോക്കിയാൽ ഇങ്ങനെയുള്ള പല മനസ്സുകളെയും നമുക്ക് കാണാം. അല്ലെങ്കിൽ പല കാര്യങ്ങൾ കാണുമ്പോൾ ഇന്നതാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കാരണം ഒരു മരത്തെ അതിൻ്റെ ഫലം കൊണ്ടാണല്ലോ തിരിച്ചറിയുക. അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തി കാണുമ്പോൾ ഈ ചിന്തിച്ച വാക്യങ്ങളിലെല്ലാം അവരുടെ മനസ്സ്, ആ തരം മനസ്സുള്ളവർ ഇന്നത് ചെയ്യുന്നു എന്നും കാണാം. അല്ലെങ്കിൽ മനം തഴമ്പിച്ചു പോയവർ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ, ഒരു പാപത്തെക്കുറിച്ച് അവർക്കൊരു ചിന്തയുമില്ല, ഒരു പ്രശ്നമില്ല. മനസ്സ് കുരുടായവർ, അവർക്കും സുവിശേഷത്തിൻ്റെ മർമ്മങ്ങളൊന്നും അവരോട് പറഞ്ഞാൽ ഫലിക്കത്തില്ല. അതുപോലെ തകർന്ന മനസ്സുകാരോട് എന്ത് പറഞ്ഞാലും അവർ കേൾക്കില്ല. ഒരു സ്വസ്ഥതയുമില്ലാതെ അസ്ഥിരരായവർ മുന്നോട്ട് പോകും. ഇങ്ങനെ പലതും. ജഡമനസ്സുണ്ട്, ചീർത്തിരിക്കുക. അവരോട് ശാന്തയാകാൻ പറഞ്ഞാലൊന്നും നടക്കുകയില്ല. കാരണം അവരുടെ മനസ്സിൻ്റെ മനസ്സതാ, അതുകൊണ്ടാണ് അത് കാണിക്കുന്നത്. അതേ സമയത്ത് നാം സ്ഥിര മനസ്സരെങ്കിൽ, നാം ഉറച്ച മനസ്സുള്ളവരെങ്കിൽ നമ്മിൽ പാട്ട് വരും. നാം എന്തോ പ്രശ്നം വന്നാലും കുലുങ്ങത്തില്ല, നാം ശാന്തമായിരിക്കും. മാത്രമല്ല മനസ്സിനെ ജയിച്ചവരെങ്കിൽ ലോകം മുഴുവൻ ഇളകിയാലും നമുക്ക് പ്രശ്നമില്ല. കാരണം നാം ഇളകിപ്പോകത്തില്ല. കാരണം അവൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ചുറച്ചിരിക്കുന്നു, കർത്താവിൽ തന്നെ ആശ്രയിക്കുന്ന. അതാണല്ലോ സ്ഥിരമാനസൻ. നിന്നിൽ ആശ്രയം വെച്ചിരിക്കാൻ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ഇതിൻ്റെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന 46-ാം സങ്കീർത്തനം വായിച്ചാൽ ദൈവം നമ്മുടെ സങ്കേതവും ബലമാകുന്നു, കഷ്ടങ്ങൾ ഏറ്റുപടുത്തോണെന്ന് പറഞ്ഞിട്ട് എന്ത് ഭൂമി മാറിപ്പോയാൽ പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രത്തെ വീണാൽ അതിൻ്റെ വെള്ളം ഇരച്ച് കളയും, നാം ഭയപ്പെടുകയില്ല. ഇതെന്ത് സംഭവിച്ചാലും അത് നാം വായിച്ചു പറയുന്നതല്ലാതെ ഇന്ന് അത് ഭയപ്പെടാതിരിക്കുന്ന, ഒന്നിനെയും ഭയപ്പെടാത്ത, ഒന്നിലും കുലുങ്ങിപ്പോകാത്ത ആളുകൾ എത്ര പേരുണ്ട്? കാരണം ഇതാണ്, അവരുടെ മനസ്സ് കർത്താവിൽ സ്ഥിരമല്ല. കർത്താവിൽ സ്ഥിരമെങ്കിൽ അവർ സ്വസ്ഥത അനുഭവിക്കും, സമാധാനം അനുഭവിക്കും. ഞാൻ യാക്കോബിൽ പറഞ്ഞ ആ വാക്യം കൂടെ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. അതിൻ്റെ മുകളിലത്തെ വാക്യം കൂടെ ചേർത്ത് വായിച്ചാൽ, സംശയിക്കുന്ന, ദൈവത്തെ വിശ്വാസമില്ലാത്ത, അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ, അതാണോ ശരി ഇതാണോ ശരി, ആകപ്പാടെ കൺഫ്യൂസായിട്ടുള്ള അനേകരെ നമ്മുടെ മധ്യത്തിൽ കാണാം. അവർ ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കത്തില്ല, അവരുടെ വഴികൾ ഒരിക്കലും സ്ഥിരമായിരിക്കത്തില്ല. എന്നാൽ സ്ഥിരമാനസൻ, നിന്നാശ്രയം വെച്ചിരിക്കാൻ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. അപ്പോൾ പത്രോസ് പറഞ്ഞ ആ വാക്യത്തിലൂടെ മടങ്ങി വരട്ടെ. പത്രോസ് പറയുന്നത്, ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് വിശ്വാസികളോട് പ്രതികൂലങ്ങളുടെയും പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും കഷ്ടങ്ങളുടെയും കണ്ണുനീരിൻ്റെയും വേദനയുടെയും നടുവിൽ കൂടെ കടന്നുപോയ ഒരു സഭയോടാണ് പത്രോസ് തൻ്റെ ലേഖനം എഴുതിയത്.
അപ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങളുടെ അതിൽ കുലുങ്ങിപ്പോകാതെ നിങ്ങളുടെ മനസ്സുറപ്പിച്ച്, നിങ്ങൾ ഇളകി പോകരുത്, മനസ്സുറപ്പിക്കുക. മനസ്സുറപ്പിച്ചാൽ ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങൾ വാഴും. മനസ്സുറപ്പിച്ചാൽ നിങ്ങൾ പാടിക്കൊണ്ടിരിക്കും. മനസ്സുറപ്പിച്ചാൽ നിങ്ങൾ ആ ദൈവത്തിൽ ആശ്രയിക്കും. ദൈവ സന്തോഷം നിങ്ങൾ നിറയും. ആ മനസ്സ് അവൻ കർത്താവിൽ കേന്ദ്രീകരിച്ചാൽ നിങ്ങളുടെ മനസ്സ് പുതുക്കപ്പെടും. ദൈവ ഇഷ്ടം അറിയും. ദൈവ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് നീങ്ങും. വാസ്തവത്തിൽ ഇതല്ലേ നമുക്ക് ആവശ്യം. ഇതല്ലേ നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. ഈ വിധത്തിൽ ക്രിസ്ത്യജീവിതം നയിച്ചാൽ ക്രിസ്ത്യജീവിതം ഭാഗ്യകരമായി മാറും. നമ്മുടെ മനസ്സ് ഇളകിപ്പോകാനല്ല, ഉറപ്പിച്ച്, ഉറപ്പുള്ള അടിസ്ഥാനമായി ശാശ്വത പാറയായ ക്രിസ്തുവിൽ മനസ്സുറപ്പിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മാത്രമല്ല, ഒരു വേദഭാഗം കൂടി എനിക്ക് ഓർപ്പിക്കാണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. ഫിലിപ്പിയിലെ 2-5 വാക്യം, ക്രിസ്തു യേശുവിലെ ഭാവം തന്നെ നിങ്ങളുണ്ടായിരിക്കട്ടെ. മലയാളത്തിൽ അത് ഭാവമെന്ന് തർജ്ജമ ചെയ്തിരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ അതിന് എല്ലാ വേർഷനിലും, ഏതാണ്ട് ഒരു 26ഓളം വേർഷനിൽ ഞാൻ നോക്കിയപ്പോൾ എല്ലാത്തിലും 1-2 ഒഴിച്ച് ബാക്കി എല്ലാം ലെറ്റ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ബി ഇൻ യു, ക്രിസ്തുവിൻ്റെ മനസ്സ് നിങ്ങളുണ്ടാകട്ടെ എന്നാണ്. അത് കർത്താവിനെ വെച്ചാൽ വേറെ വീഡിയോ അടിച്ച് ചെയ്യാൻ സമയം മുന്നോട്ട് പോയല്ലോ. ഈ നാളുകൾ നമ്മുടെ മനസ്സ് എങ്ങനെയുള്ളത്? തഴമ്പിച്ചതോ, അന്ധത പിടിച്ചതോ, താർന്നതോ, ഇരുമനസ്സോ, ജഡമനസ്സോ, അതോ പരമാർത്ഥ മനസ്സോ, സ്ഥിരമായിട്ടുള്ള മനസ്സോ, ഉറച്ചിരിക്കുന്ന മനസ്സോ? എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും, വംശങ്ങളുടെ ഇടയ്ക്കും മറ്റുള്ളവരുടെ മധ്യത്തിലും ഞാൻ നിന്നെക്കുറിച്ച് പറയും. എത്ര പ്രായൽഭുതമാണ് ദാവീദ് അത് പറയുന്നത്. നമുക്കും ഈ നാളുകൾ അങ്ങനെ മനസ്സുറപ്പിച്ച് ഇളകിപ്പോകാതെ, 4 വശത്തും ഇളക്കുന്ന സാഹചര്യങ്ങൾ വന്നാലും ഇളകിപ്പോകാതെ ഉറച്ച മനസ്സുമായി മനസ്സിനെ സ്ഥിരപ്പെടുത്തി ദൈവസമാധാനം അനുഭവിച്ച് ദൈവത്തിന് പാടിക്കൊണ്ട് സ്ഥിരമായി നമുക്ക് നിൽക്കാം. കർത്താവ് നമ്മെ മാനിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി അങ്ങേ സ്തുതിക്കുന്നു. മനുഷ്യ മനസ്സിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് അല്പം ചിന്തിപ്പാൻ അങ്ങേക്കിടയാക്കിയല്ലോ. പലതരം മനസ്സുകൾ ദൈവവനത്തിൽ നിന്ന് ചിന്തിപ്പാൻ ഞങ്ങളെ സഹായിച്ചു. ഞങ്ങളുടെ മനസ്സ് ഏത് അവസ്ഥയിലാണെന്ന് ഒന്ന് വിലയിരുത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. അവിടെ ഞങ്ങളോട് സംസാരിക്കണമേ. അവിടെ ഞങ്ങളെ ഓർപ്പിച്ചതുപോലെ ഞങ്ങളുടെ മനസ്സ് ഇളകിപ്പോകാതെ സ്ഥിരമാനസരായി, കർത്താവ് ജീവിതമാനസരായി, കർത്താവെ ഒന്നിലെ വിളകിപ്പോകാതെ ഉറച്ച മനസ്സായി സാഹചര്യങ്ങളുടെ മധ്യേ ചഞ്ചലിക്കുന്നവരായിട്ടല്ല, ഉറച്ച മനസ്സോടെ അങ്ങയ്ക്ക് വേണ്ടി നിൽക്കുവാൻ, അങ്ങയുടെ സമാധാനം അനുഭവിപ്പാൻ, അങ്ങനെ സന്തോഷം അനുഭവിപ്പാൻ, അങ്ങനെ ആനന്ദം അനുഭവിപ്പാൻ, മറ്റുള്ളവരെ സാക്ഷിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.